ചളി ചളി അവിടെ ഇരിക്കട്ടാ സൂതട്ട കെട്ടൊന്നും വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാ ഈ കാണിക്കണ? എന്താ എന്തേ എന്താ കഷ്ടം? ചേട്ടാ ഞാൻ എന്ത് തെറ്റാ ഇങ്ങോട്ട് ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്നോട് ഇങ്ങനെ ചതി ചെയ്തത് നിങ്ങൾ? ഞാൻ എന്താ ഇത്? എന്റെ കല്യാണം മുടക്കിനാ തിരിയത്. അച്ഛനും കൂടിയാണല്ലോ. എന്താന്ന് പറയാ? നീ അവിടെ നിന്നോ, ഞാൻ നോക്കിട്ട് വരാം. ചേട്ടാ പ്യാരിന്റെ അമ്മേനെ നിങ്ങൾ കല്യാണം അന്വേഷിക്കാൻ പോയി. അതെന്റെ അച്ഛൻ മുടക്കില്ല. അന്ന് നിങ്ങളുടെ കല്യാണം നടന്നിട്ടാന്ന് വെച്ചാല് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നിന്റെ അച്ഛൻ എങ്ങനെയാടാ എന്നെ മുടക്കണത്? എന്നെ ആര് വന്ന് അന്വേഷിച്ചാലും ഒരു ചീത്തപ്പേരും ഇല്ല. ഞാൻ കള്ളും വെള്ളം കുടിച്ചിരുന്നില്ല. നന്നായി അധ്വാനിക്കണ മനുഷ്യനായിരുന്നു. എന്താ പ്യാരി, ഈ ഒരു കാര്യം കേൾക്കണോ? ഇവന് ഞാനൊരു ആലോചന ശരിയായിക്കോ. എനിക്ക് തന്ന പോലെ തന്നെ ഇവന് ജ്വല്ലറിയിൽ പണിയെടുക്കുന്ന ഒരു പെൺകുട്ടി, അത് അച്ഛൻ പോയി മുടക്കി. എന്താ എടാ ഈ ജ്വല്ലറി പണിയെടുക്കുന്ന ഏത് കുട്ടി വെച്ചിട്ടാ നീ? നമ്മുടെ കാർത്തേന് വല്യമ്മല്ലേ, അവരുടെ മകളുടെ കുട്ടിയില്ലേ സിജി, ആ ജ്വല്ലറിയിൽ പണിയെടുക്കണേ. ആ കുട്ടീനാണ് ഈ മൊയ്ത് ഇവനെ കൊണ്ട് ആലോചിച്ചത്. അപ്പൊ അവരെന്നോട് ചോദിച്ചു, കാർത്തേന് വല്യമ്മ സുഗത നിന്റെ വീടിന്റെ അടുത്തല്ലേ ഈ ഉണ്ണിരാജ്, അവൻ എങ്ങനെയുണ്ട് ചോദിച്ചു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, അയ്യോ അവനെ കുറിച്ചൊന്നും ഞാൻ പറയാനില്ല. ഇനി അതങ്ങനെ അവനെ അറിഞ്ഞിട്ട് അവന് വിഷമായി അവന്റെ കഴുത്തിന് കള്ളടിച്ചു വന്ന് കഴുത്തിന് കയറി പിടിച്ചാ ഞാനാകെ പ്രശ്നം, എന്റെ കുടുംബം തകരാറാവെന്ന് പറഞ്ഞു. ഇത്ര പറഞ്ഞോളൂ. മതിയല്ല, എന്തിനാ അച്ഛൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണം? സ്വന്തം മോൻ പറഞ്ഞിട്ട് കുറിച്ച് ഉള്ളതല്ലേ പറഞ്ഞു. എന്തുള്ളതായാലും അവന്റെ ജീവിതം മുടങ്ങിയില്ലേ? എന്ത് കരുതിയിട്ടാ കള്ളും വെള്ളം കുടിച്ചു? നമ്മ ഒന്നിച്ച് പഠിച്ചടാ 5ാം ക്ലാസ് വരെ. 5 ജയിച്ചു, ഞാൻ തോറ്റു എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടാ. പക്ഷെ എന്റെ ജീവിതം തോപ്പിച്ചു നിന്റെ അച്ഛൻ. അല്ല, വിഷമങ്ങളൊന്നും മനസ്സിലാക്കണം സൂതേട്ട, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഉണ്ണി സങ്കടപ്പെടണ്ട. സങ്കടം തന്നെയാണ്. അതേ പ്രായമാണോ അവന്, അത് മനസ്സിലാക്കണം. അവന് വേറെ പെണ്ണിനെ വിധിച്ചിട്ടുണ്ടാവും. ഇത് നിനക്ക് വിധിച്ചല്ല. കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, എല്ലാരും ഉണ്ടല്ലോ. രാവല്ലേ നീ രാവല്ലേ, നമുക്ക് ശരിയാക്കാം. അല്ല അച്ഛൻ പോയ അങ്ങനെ പറയല്ലേ. ഉണ്ണി പോട്ടെ. ഉണ്ണി നീ ചെല്ലി, ശരിയാവും. മഞ്ഞ് കയറി. എന്റെ 5% പോയത് കേട്ടോ. എടുക്ക്, വണ്ടി എടുക്ക്. അടിച്ചോ. ഉണ്ണിയെ ഉറങ്ങണോ? എന്താ ഉറങ്ങണെന്ന് വെച്ചാ അതെ, അച്ഛൻ ചെയ്ത മോശമായി പോയല്ലേ. അത് എന്റെ അച്ഛനായിട്ടല്ല അവന്റെ കല്യാണം മുറിക്കാം. ഉറങ്ങാൻ പറ്റണില്ല, ഒരു അസ്വസ്ഥത, കുറ്റബോധം കൊണ്ട്. എന്താ നിന്റെ അഭിപ്രായം? എന്താ? എനിക്കൊരു അഭിപ്രായം ഇല്ല. എത്രാമത്തെ പ്രാവശ്യം ഞാൻ ഒരു സോറി പറയട്ടെ അവനെ വിളിച്ചിട്ട്? പറയങ്ങോട്ട്, എന്നിട്ട് കിടന്ന് ഉറങ്ങും. പാതി രാത്രിയാണ്. എന്റെ ദൈവമേ, അപ്പൊ മനുഷ്യനാണ് അവള്. തിന്നാ കിടന്നുറങ്ങ. കണ്ണടക്കുമ്പോ ഉണ്ണിയുടെ കരച്ചിലാണ്. ഇങ്ങോട്ട് വിളിച്ചുണ്ടാക്കുന്ന പട്ടി
ആ ഉണ്ണി, ആ പ്യാരിയാടാ, എവിടെ നീ? ഇല്ലടാ, അറിഞ്ഞു ചെയ്തതല്ല അച്ഛൻ. കരയല്ലേ നീ? നിനക്ക് പറ്റിയ, നിനക്ക് ഇഷ്ടം തോന്നണ, നിന്നെ നോക്കണ പെണ്ണ് എവിടെയെങ്കിലും ഉണ്ടാകും. നീ സങ്കടപ്പെടണ്ട. ഉറപ്പായിട്ടും നിന്നെ കല്യാണം കഴിപ്പിക്കാൻ ഞാൻ നിന്റെ കൂടെ നിൽക്കും. ഉണ്ണി, എന്നോടൊന്നും തോന്നല്ലേ, മനസ്സിലൊന്നും വെക്കരുത് കേട്ടാ. നാളെ കാണാം നമുക്ക്. അതെ, ഹോട്ടലിലേക്ക് കൊടുത്തേ നിങ്ങള്? ആ നേരത്തെ കൊണ്ടുപോയിനാ? എന്താ വേണ്ടിയേ? കോഴിയാ വേണ്ടിയേ? എത്ര വേണം? അത് പിടിച്ചിട്ട് വേണോ? പിടിക്കാണ്ട് ഇപ്പൊ അപ്പാട് തരുമോ? പറ്റുമോ? ഈ ഇറച്ചിയായിട്ടുള്ളത് ഉണ്ടാവും. തീർച്ചയായിട്ടില്ല, 2 മിനിറ്റ് പണിയുള്ളൂ. ഒന്ന് കത്തി വെക്കോളൂ. കോഴി തന്നെ വേണമല്ലേ? പോർക്കുണ്ട്, ബീഫുണ്ട്, മട്ടയുണ്ട്. കോഴിയാ വേണ്ടിയല്ലേ? ആ, കോഴിയാണ് വേണ്ട, പക്ഷെ കൊല്ലണ്ട. കൊല്ലാണ്ട് തരൂനാ? പോറ്റൂനാ? പോറ്റൊന്നും പറ്റില്ല, ഇത് ഇറച്ചി കോഴിയാ. ഇനി കൊല്ലാണ്ടാണ് നിങ്ങൾക്ക് ലവ് ബേർഡ്സ് വേണോ? പോറ്റുവേ എന്തെന്നാ മാണ്ടിച്ചാ പറ. നിങ്ങള് നേരം പോക്കാണ്ട് ഇത് വേണ്ട ബസാട്ടാ, നിങ്ങളെ കസേര എടുത്തിട്ട് മൂപ്പർ നാലോക്കട്ടെ. അവിടെ കുത്തിരുന്ന് ആലോചിക്കും. ആ മാഷേ, എന്താ അവിടെ? ഇറച്ചി മേടിക്കണം. ആ, വാങ്ങിയാ? ഇല്ല, മേടിക്കണം. ഞാനൊരു കോഴി നോക്കാം. ആ, എത്ര വേണോ? അതെ, ഈ മെലിഞ്ഞതുണ്ടോ? എന്നെ അല്ല ഉദ്ദേശിച്ച്. ഇല്ലല്ലടാ, ഈ തടിച്ച കോഴി അല്ലാണ്ട മെലിഞ്ഞ കോഴി ഉണ്ടോ? കുറച്ച് മെലിഞ്ഞത്. അതൊന്നുമില്ല മാഷെ, നമ്മളെ ഫാമിൽ വളർത്തുന്ന കോഴിയല്ലേ, ഇറച്ചി കോഴിയല്ലേ. ആ, എന്നാ പിന്നെ എടുത്തു വരാൻ. എത്രയാ വേണ്ടിയേ? ഒരു 1.5 കിലോ വേണം. 1.5 ഇറച്ചി വേണം? 1.5 ഇറച്ചി വേണം. ആ, 2 കോഴി എടുത്തോ? അതാണല്ലേ? അല്ല, നിങ്ങളെ ആലോചിച്ച എന്നാ സ്ഥിതി? ഈ മാഷ് പറഞ്ഞ തന്നെ മതി, 1.5 ഇറച്ചി വേണം. കോഴി വേണ്ട? കോഴിയുടെ ഇറച്ചി 1.5 വേണം. എന്താ വാങ്ങിയില്ലേ? ഇല്ല, ഞാൻ വരാറില്ല, അച്ഛനാ വരവേ. വിട് കരയണില്ല, വിടേനാ. കൊല്ലണ്ടേ? നിങ്ങളെ കളി പോലെ തന്നെ. അയ്യോ, മതി. 1,820. 800 ഓ 20. എന്താ ഒന്നും എടുത്തോ, അതേപോലെ. എന്താ പേടിയാ? എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല മാഷെ. അപ്പൊ തിന്നില്ലേ? കഴിക്കോ? അത് കഴിക്കണേന് കുഴപ്പമില്ല. ഞാനിങ്ങനെ വരാറില്ല, അച്ഛനാ വന്ന് വാങ്ങണതേ. ഉണ്ടന്നെ. എത്ര പേർക്കാ? 300. ആ മാഷേ. അച്ഛന് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ? ഇല്ല, അച്ഛന് ചെറിയ ചുമ 2 ദിവസമായിട്ട്. അപ്പൊ അച്ഛൻ വരാത്തോണ്ട് അത് കാണുന്നുണ്ട് എനിക്ക്. ഞാനിവിടുന്ന വഴിക്ക്. ഇല്ല, ഞാൻ അതിലല്ല, ഞാൻ വേറൊരു സ്ഥലത്ത് കേറിയിട്ട് പോകുള്ളൂ. അതെ, എന്നായിക്കോട്ടെ.
ഏയ് എന്ത് ഉറങ്ങണ? പിന്നെ ഉറങ്ങണ്ടേ? ചേട്ടൻ എന്താ ഉറങ്ങാത്ത? അതെ, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. കണ്ണടക്കുമ്പോ ആകെ ഒരു അസ്വസ്ഥത. എന്ത്? ഒരു കാര്യങ്ങൾ ആലോചിച്ചിട്ടേ. എന്തുട്ട് കാര്യം? ഞാൻ ഈ കോഴിക്കടയിലെ കോഴികളുടെ ജീവിതം ഒന്ന് ആലോചിക്കായിരുന്നു. എന്തൊരു കഷ്ടമാണല്ലേ അതുങ്ങളുടെ കാര്യം. ഇത് വെറുതെ തീറ്റ തിന്നുകൊണ്ട് നിക്കണോടത്ത് പിടിച്ചുകൊണ്ട് പോയിട്ട് അങ്ങോട്ട് വെട്ടി അറുത്ത് വെട്ടി കണ്ടിച്ചിടയാണ്. ഒന്ന് ഓടിക്കളയാൻ പോലും അതിന് പറ്റൂല അല്ലേ? എന്നിട്ട് ഇന്ന് കോഴിക്കറി മാക്കാൻ തിന്നണ്ടായിരുന്നല്ലോ. കഴിക്കുമ്പോ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഈ അറുക്കണേം പിടിക്കണേന്ന് എനിക്കൊന്നും കണ്ടു നിക്കാൻ പറ്റണില്ല. ഭയങ്കര ഒരു കുറ്റബോധം തോന്നണം. ഞാനായിട്ട് അതിനെ പോയി കണ്ടിച്ച് എല്ലാരും കൂടി തിന്നപ്പോ. ഇപ്പൊ എന്തിനാ പാതിരാത്രി ഇതൊക്കെ ഇരുന്ന് ആലോചിക്കണേ? വേറൊരു സംഭവം ഉണ്ടായി, ഞാനത് നിന്നോട് പറയാൻ വിട്ടുപോയി വന്നപ്പോ. എന്തുട്ടാ? ഞാൻ ഈ കോഴി മേടിച്ചോണ്ട് ഇറങ്ങുമ്പോ എന്നെ പഠിപ്പിച്ച മാഷ് സത്യമാഷിനെ കണ്ട്. അപ്പൊ പുള്ളി ഒരു ലിഫ്റ്റ് ചോദിച്ചു, എന്റെ വണ്ടിയിൽ ഒന്ന് വരട്ടേന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ആ വഴിയല്ല പോണേന്നും പറഞ്ഞ് പുള്ളിനെ കയറ്റാതെ പോയി. അപ്പൊ ഇനി അത് മാഷിന് എന്തേലും മനസ്സിൽ എന്നോട് തോന്നിയിട്ടുണ്ടാവോ, അത് കൊടുത്തിട്ട് ഒരു സോറി വിളിച്ച് പറഞ്ഞാലാന്ന് നോക്കുന്നത്. എന്തെങ്കിലും ചെയ്യും പറയാല്ലേ? ഞാൻ കടന്നുറങ്ങാൻ പോവാ. ഒരു ഗുരുത്വദോഷം മേടിച്ചു വെക്കണ്ട. അതെ അതെ അതെ. ആ സത്യമാഷേ. അതെ, ആരാ? പ്യാരിയാണ്. ആരാണ്? പ്യാരിയാണ്. സുഖദേട്ടന്റെ മോനില്ലേ? എന്തേ? അതെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ വിളിച്ചത്. രാവിലെ കോഴിക്കടയിൽ വെച്ച് മാഷ് കണ്ടില്ലേ? അപ്പൊ മാഷന്റെ കൂടെ വണ്ടിക്ക് വരണമെന്നും പറഞ്ഞ് ലിഫ്റ്റ് ചോദിച്ചപ്പോ ഞാൻ വേറെ വഴിക്കാണെന്നും പറഞ്ഞ് പോയില്ലേ? എന്താന്നിട്ട്? അപ്പൊ മാഷിന് എന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാന്ന് എനിക്കൊരു കുറ്റബോധം. മാഷിന് എന്തെങ്കിലും തോന്നി? ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ലേ? അതെ, അതൊക്കെ വിട്ടല്ലോ. അവിടുന്ന് പോ. എന്താന്നിട്ട് ഇപ്പോ? മാഷ് എന്നോടൊരു ആവശ്യം പറഞ്ഞിട്ട് ഞാനത് അനുസരിക്കാതെ, അപ്പൊ എനിക്ക് കിടന്നിട്ടൊരു ഇത് കിട്ടണില്ല. ഞാൻ മാഷിനൊന്ന് വീട്ടിലാക്കിയിട്ട് പോരേണ്ടതായിരുന്നു. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്. എന്നാ ശരി, നേരം കുറെ ആയല്ലോ. ശരി ശരി. എന്തോ ഉണ്ടടി പുള്ളിക്ക്. അപ്പടിയും കേക്കണേന് മുമ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. തോന്നിയിട്ടുണ്ട്. നീ കിടന്നു. ഹലോ. അതെന്താ മാഷെ കട്ട് ചെയ്ത് കളഞ്ഞ? എന്തേലും എന്നോട് തോന്നിയാ? ഉള്ളിൽ എന്തേലും തോന്നിയാ മാഷിന്? ഇല്ല, ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അത് വേറെ ഒന്നും വിചാരിക്കരുത്, മനസ്സിൽ വെക്കരുത് മാഷെ. കാരണം ഞാൻ അത്രയും ബഹുമാനിക്കണ ഒരു മാഷാണല്ലോ. എന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഒന്നുമുണ്ട്, എനിക്ക് ഒരു സുഖം കിട്ടണില്ല ആലോചിച്ചിട്ടേ. പിന്നെ വേറെ ഒരു കുറ്റബോധം ഉണ്ട് മാഷെ. എനിക്ക് മാഷിനോടൊന്ന് തുറന്ന് പറയാന്ന് ഓർത്താണ്. അതെ, മാഷ 6ാം ക്ലാസ്സിൽ വെച്ചിട്ട് എന്നാ തല്ലിയല്ല, കണക്ക് തെറ്റിച്ചതിന്. ചെലപ്പോ തല്ലിയിട്ടുണ്ടാവും. ചിലപ്പോ നല്ലോണം തല്ലിയെന്നേ. എന്നിട്ട് എന്തേ? അപ്പൊ അന്ന് തന്നെ മാഷനോട് ചായ മേടിച്ചോണ്ടുവരാൻ പറഞ്ഞു വിട്ടില്ല, അപ്പുറത്തെ ചായക്കടയെന്ന് മാഷ് കുടിക്കാൻ. അതൊക്കെ പണ്ടത്തെ കഥകളല്ലേ. അപ്പൊ ചായ മേടിച്ചോണ്ട് വന്ന വഴിയായി എനിക്ക് തല്ലിയ സങ്കടത്തിൽ ഞാൻ അതിലൊന്ന് തുപ്പിയിട്ടിട്ട് വിരൽ വെച്ചിട്ട് ഇളക്കിയിട്ടാണ് മാഷിനോടൊന്ന് തന്നത്. അപ്പൊ അതിപ്പോ മനസ്സിൽ ഓർത്തിട്ടേ കിടക്കം വരെങ്കില്ല മാഷ. അതുകൊണ്ടാണ് ഒന്നും മനസ്സിൽ വെക്കരുത്. ഭയങ്കര കുറ്റബോധം കൊണ്ടേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. മാഷിനോട് ഇപ്പൊ വണ്ടിയിലും കയറ്റിയില്ല, ഇതും കൂടിയൊക്കെ ആയപ്പോ. അതും കൂടി എന്നോടൊന്ന് ക്ഷമിക്കണം. ക്ഷമിക്കൂലേ മാഷോ? ഉണ്ടായിരിക്കണ എന്താണ്? എന്താ ഈ ചെക്കന് പറ്റിയത്? തലയ്ക്ക് വെളിവില്ലാണ്ടായി പോയാ. എന്നാലും ആ കോഴിയുടെ കരച്ചിൽ ഇങ്ങനെ ചെവിയില് നിൽക്കണ, ദൈവമേ. എങ്ങനെ കിടന്ന് ഉറങ്ങണേ? അതുപോലെ